നമസ്കാരം. സാധാരണ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ ഒരു മുന്നണി അധികാരത്തിൽ വരും, പിന്നൊരു മുന്നണി വരും. ഇതായിരുന്നു 5 വർഷം മുന്നണി മാറ്റമായിരുന്നു 2016 വരെ സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 2016 ചരിത്രത്തിലാദ്യമായി പിണറായി വിജയൻ വലിയ ഭൂരിപക്ഷത്തിൽ വരികയും 21 തുടർ ഭരണം വരികയും ചെയ്തത്. അതിനുശേഷം മൂന്നാമതൊരു തുടർ ഭരണം വരുത്താമെന്നുള്ള നിലയിൽ പിണറായി വിജയനും സംഘവും ഇറങ്ങിയെങ്കിലും ജനങ്ങൾ വലിയ തോൽവിയാണ് കൊടുത്തത്. ദയനീയമായി പരാജയപ്പെടുത്തി 102 സീറ്റ് UDF കൊടുത്തു. എന്നാൽ പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി 3 സീറ്റ് BJP പിടിക്കുകയും ചെയ്തു. ഇതിൽ ഈ പശ്ചാത്തലത്തിൽ കേരള രാഷ്ട്രീയത്തിൻ്റെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയും ഒരുപാട് സമസ്യകൾ നടക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. ഒന്നാമത്തെ വിഷയം, തെരഞ്ഞെടുപ്പിന് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്ക് CPM-ഉം ഇടതുപക്ഷവും തോറ്റപ്പോൾ തന്നെ കേരളത്തിലൊരു ഫീലുണ്ടായി, ഇടതുപക്ഷം ഇനി ഒറ്റപ്പെടും എന്നൊരു ഫീലുണ്ടായി. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ പിണറായിയും ഗോവിന്ദ മാഷും ഒക്കെ കൂടി അങ്ങോട്ട് മുമ്പോട്ട് തള്ളിയെങ്കിലും വണ്ടി നീങ്ങിയില്ല. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ വളരെ വലിയ ഒരു ദുരിതത്തിലും ദുരന്തത്തിലുമാണ് CPM ചെന്നകപ്പെട്ടിരിക്കുന്നത്. ചരിത്രത്തിലെ ചവറ്റുകുട്ടയിലേക്ക് പോകുന്ന നിലയിലേക്കുള്ള വലിയ ദുരന്തത്തിലേക്കാണ്. എന്തൊക്കെയാണ് വന്നതെന്ന് നോക്കാം. ഒന്ന്, 36 സീറ്റ്, 140 സീറ്റിൽ 36 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം ഉടനെ വരുന്ന 3 രാജ്യസഭാ MP-മാരുടെ ഒഴിവാണ് വരുന്നത്. ജോസ് കെ മാണിയും അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസും അതുപോലെ തന്നെ സന്തോഷ് കുമാറും CPI-യിലെ സന്തോഷ് കുമാറും ഒക്കെ ഒഴിയാൻ കാലമാകുന്നു. 3 സീറ്റാണ് വരാൻ പോകുന്നത്. 3 സീറ്റും UDF-ന് കിട്ടും എന്നുള്ളതാണ് വളരെ പ്രധാനം. 36 ഉണ്ടായിരുന്നെങ്കിൽ ഒരു സീറ്റ് LDF-ന് കിട്ടിയേനെ. അത് ചിലപ്പോൾ CPI-ക്ക് കൊടുക്കേണ്ടി വന്നേനെ, അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് കൊടുക്കേണ്ടി വന്നേനെ. പക്ഷേ എന്തായാലും അത് സംഭവിച്ചില്ല. രാജ്യസഭയിലേക്ക് ഒരാളെ അയക്കാൻ കേരളത്തിൽ നിന്ന് കഴിയില്ല. CP ജോൺ പറഞ്ഞതുപോലെ, ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞതുപോലെ, ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി, കാര്യം RSP എന്ന് പറയുന്ന റെവല്യൂഷൻ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്, അത് ഇടതുപക്ഷ പാർട്ടിയാണ്, പക്ഷെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി CMB-യുടെ ഏക മന്ത്രി CP ജോണാണ്. അത് അദ്ദേഹം പറയുകയും ചെയ്തു. ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഐക്യജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസ് മുന്നണിയിലാണ് ഉള്ളത് എന്ന് അദ്ദേഹം വ്യംഗ്യന്തരേണ പറയുകയും ചെയ്തു. എന്താണ് അടുത്ത സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ BJP 3 സീറ്റ് പിടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അവരുടെ ബെർത്ത് അവർ കൂട്ടാനാണ് സാധ്യത. കാരണം ഈഴവ സമുദായത്തിൻ്റെ വോട്ട് നന്നായി അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് ഒലിച്ചു പോകുന്നത് CPM-ൽ നിന്നായിരിക്കും ആ വോട്ടുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തളിപ്പറമ്പിലും പയ്യന്നൂരും മട്ടന്നൂരും പേരാവൂറും അടക്കമുള്ള CPM കോട്ടകളിൽ നിന്ന് വലിയ വോട്ടാണ്. അതുപോലെ വാവനപുരം, ചടയമംഗലം, അതുപോലെ ചിറയിൻകീഴ് പോലുള്ള വലിയ കാട്ടാക്കട പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് വലിയ വോട്ടാണ് കോൺഗ്രസ്സിന് പോയിരിക്കുന്നത്. ആ കോൺഗ്രസ്സിന് പോയതിൻ്റെ ഭാഗമായിട്ട് തന്നെ വലിയ ഒരു ഹൈന്ദവ വിഭാഗത്തിൻ്റെ വോട്ട് ഇനി BJP-ക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകൾ UDF-ന് പോകാനും സാധ്യതയുണ്ട്. ആ നിലയിൽ പരിശോധിക്കുമ്പോൾ നായർ വോട്ടുകളും UDF-ന് പോകും. അതിൽ കുറച്ച് LDF-ന് കിട്ടും, കുറേ BJP-ക്ക് പോകും. അങ്ങനെ വളരെ കൃത്യമായ ഒരു കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പിണറായി വിജയൻ അവസാനത്തെ മുഖ്യമന്ത്രിയായി എന്നുള്ളത് മാത്രമല്ല, LDF-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുമെന്ന് ചരിത്രത്തെ പഠിച്ചവരെല്ലാം നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോഴവരെ കളിയാക്കിയിരുന്നു. പക്ഷേ ഇതാ കാലം സംഭവിച്ചിരിക്കുന്നു. ഇനി ഒരു തിരിച്ചുവരവ് എത്ര കണ്ട് എളുപ്പമാണ്. 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, VD സതീശന് പ്രായം 62 വയസ്സാണ്. 14ഓളം പേരാണ് പുതുമുഖങ്ങൾ. അവർ നല്ലൊരു ഭരണം കാഴ്ചവെച്ചാൽ, മറ്റേ ഇപ്പോൾ ഈ തമ്മിൽ അവർ മന്ത്രിമാരാരാകണം, അങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞല്ലോ. ഇപ്പോൾ അടുത്ത ആഴ്ച മുതൽ അവർ മന്ത്രിമാരുടെ സ്റ്റാഫുമായി കഴിഞ്ഞാൽ കൃത്യമായി ഭരണം തുടങ്ങും. 100 ദിവസത്തെ പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനപ്രിയമായ ഒരുപാട് പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നന്നേ രാഷ്ട്രീയത്തിൽ ചെറുപ്പക്കാരനായിട്ടുള്ള VD സതീശൻ മുഖ്യമന്ത്രി സംഘവും വലിയ പെർഫോമൻസ് കാണിച്ചാൽ, വലിയ അപകടമില്ലാതിരുന്നാൽ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ അധികാരത്തിൽ വന്നാൽ, തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം കൂടെ അധികാരത്തിൽ വന്നാൽ പിന്നെ CPM-ന്റെ കാര്യം എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. പിണറായി വിജയൻ ഒഴിഞ്ഞു നിന്ന് കൊടുത്തിരുന്നെങ്കിൽ ഇപ്രാവശ്യം മാറി നിൽക്കുകയും MV ഗോവിന്ദൻ മാറി നിൽക്കുകയും ചെയ്തിട്ട് പുതിയ രക്തത്തെ കൊണ്ടുവരികയും പുതിയ പാർട്ടി സെക്രട്ടറിയെയും പുതിയ പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ ഒന്ന് കൊണ്ടുവന്നൊരു പരീക്ഷണം നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ CPM-ന് കുറെ കൂടി റീച്ച് ഉണ്ടാകുമായിരുന്നു എന്ന് ഞാനല്ല പറയുന്നത്, ജില്ലാ കമ്മിറ്റികളാണ് പറയുന്നത്. വയനാട് ജില്ലാ കമ്മിറ്റി അടക്കമുള്ള ജില്ലാ കമ്മിറ്റികളാണ് പറഞ്ഞത് പിണറായി വിജയനെ ആക്കിയത് ശരിയായില്ല, പ്രതിപക്ഷ നേതാവായിട്ട് MV ഗോവിന്ദനെ വെച്ചതും ശരിയായില്ല. ഇത് രണ്ടും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴാണ് ഇനി ഏരിയ കമ്മിറ്റി, അതുപോലെ ഏരിയ സെൻറ്റർ, ഏരിയ കമ്മിറ്റി തുടങ്ങി ലോക്കൽ കമ്മിറ്റി, വാർഡ് കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി, ബൂത്ത് കമ്മിറ്റി ഒക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. സകലതിലും ചർച്ച നടക്കും. ഈ ചർച്ചകൾ കേട്ടിട്ടെങ്കിലും പിണറായി വിജയൻ മാറുമോ
എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എം.വി. ഗോവിന്ദൻ മാഷ് മാറുമോ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്? അല്ലെങ്കിൽ CPM-ന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരുപക്ഷെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായി ഇത് മാറുമോ? ബംഗാളിൽ സിദ്ധാർത്ഥ ശങ്കർ റേക്ക് ശേഷം ജ്യോതിബാസു വരികയും പിന്നെ ബുദ്ധദേവ് ഭട്ടാചാര്യ വരികയും ചെയ്ത് തുടർന്ന് മമതാ ബാനർജി കൊടുത്തതിന് ശേഷം ഒരു തിരിച്ചുവരവ് അവിടെ നടന്നില്ല. പിന്നെ തിരിച്ചു വന്നത് BJP ആണ് അവിടെ പിന്നെ അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാർഡിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ മുസ്ലിം ക്രിസ്ത്യൻ മതത്തിൻ്റെ ഒക്കെ വലിയ സ്വാധീനം ആൾക്കാർ ഒരുപാടുള്ള പെർസെൻറ്റേജിൽ ഒരുപാടുള്ള സ്ഥലമാണ്. അവരൊന്നും BJPക്കാരല്ല. മാത്രമല്ല BJPക്ക് ഒരു വോട്ട് ചെയ്യാറുമില്ല. വളരെ കുറച്ച് പേരാരെങ്കിലും ഇപ്പോൾ ഷോൺ ജോർജിന് കുറച്ച് വോട്ട് കിട്ടി, അല്ലെങ്കിൽ അനൂപ് ആൻ്റണിക്ക് കുറച്ച് വോട്ട് കിട്ടി എന്ന് വിചാരിച്ചിട്ട് ഭൂരിപക്ഷത്തിന് വോട്ട് കിട്ടണമെന്നില്ല, ഭൂരിപക്ഷത്തിൻ്റെ വോട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എളുപ്പമല്ല BJPക്ക് പണി എളുപ്പമല്ല. പക്ഷേ BJPക്ക് എളുപ്പമാണോ അല്ലേ എന്നുള്ളതല്ല നമ്മുടെ ഇന്നത്തെ ചോദ്യം. CPM-ന്റെ സ്ഥിതി എന്താകും? സംഘടനാപരമായി അവർ ആടപടലം പൊട്ടുമോ? ഇനിയാണ് അടുത്ത കഥ വരാൻ കിടക്കുന്നത്. പിണറായി വിജയന്റെ കാലം കൂടെ കഴിഞ്ഞാൽ, കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, ഇനി എത്ര കണ്ട് അദ്ദേഹത്തിന് ഫണ്ട് റേസ് ചെയ്യാനും മൊബിലൈസ് ചെയ്യാനും ഒക്കെ കഴിയും എന്നുള്ളതും പ്രശ്നമാണ്. മാത്രമല്ല അദ്ദേഹത്തിന് വയസ്സും 80 കഴിഞ്ഞു. ഇനി 5 വർഷം കൂടെ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ നയിക്കാൻ കഴിയുക? മുഖ്യമന്ത്രിയായിട്ടൊക്കെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് നിൽക്കാനുള്ള പിന്നെ ആയുസ്സും ആരോഗ്യവും എല്ലാം കിട്ടണം. അപ്പോൾ അതെല്ലാം കിട്ടുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ സഖാക്കൾ പറഞ്ഞു തുടങ്ങി താങ്കൾ ഒഴിയണമെന്ന് പിണറായിയുടെ മുഖത്ത് നോക്കി പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും വളരെ 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 വിചിത്രമാണ് കാര്യങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മന്ത്രിസഭയായി ഈ പിണറായി മന്ത്രിസഭ അറിയുമോ ചരിത്രത്തിൽ എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ കൗതുകം. നമുക്കിത് അറിയില്ല എന്താണ് ഇനി സംഭവം. അതോ ഇടതുപക്ഷം വീണ്ടും ഫീനിക്സ് പക്ഷിയെ പോലെ, ചാരത്തിൽ നിന്ന് ഉയർന്ന ഫീനിക്സ് പക്ഷിയെ പോലെ ഇടതുപക്ഷം വീണ്ടും ഉയർന്നു വരുമോ? അതും നമുക്ക് പറയാനാകില്ല. രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം അവസരങ്ങളുടെയും സാധ്യതകളുടെയും കലയാണ്. അവിടെ ഒന്നും രണ്ടല്ല. അതുകൊണ്ട് നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞ കാലങ്ങൾ പോലെ എളുപ്പമല്ല. കല്ലും മുള്ളും കാലിക്ക് മെത്ത അല്ല. കല്ലും മുള്ളും കാലിന് ബുദ്ധിമുട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ശബരിമല അയ്യപ്പൻ്റെ പണി വലിയ തോതിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ 102 സീറ്റിൽ UDF അധികാരത്തിൽ വന്നത് വലിയൊരടിയാണ് LDFന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ LDF ഈ 102 മണ്ഡലത്തിലെ MLA-മാർ അവരുടെ മണ്ഡലം ഭംഗിയായി നോക്കിയാൽ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇനി ജയിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവസാനത്തെ മന്ത്രിസഭയാകാൻ ഉള്ള സാധ്യത വളരെ വലുതാണ്.